ഇന്ന് നമ്മൾ ഒരു അത്യന്തം അതിശയകരമായ യാത്രയ്ക്ക് പോകുകയാണ്. യൂണിവേഴ്സിന്റെ ജനന നിമിഷത്തിലേക്ക്. സമയം തന്നെ ആരംഭിച്ച ആ ആദ്യഘട്ടത്തിൽ നിന്ന് പ്ലാങ്ക് ടൈം വരെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണിത്. കാരണം ഈ ഘട്ടത്തിൽ നമുക്ക് പരിചിതമായ ഭൗതിക നിയമങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സ് അത്യന്തം സാന്ദ്രതയും ഉയർന്ന ടെമ്പറേച്ചറും നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. ബിഗ് ബാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവത്തെ ഒരു സാധാരണ എക്സ്പ്ലോഷനായി കരുതരുത്. ഇത് സ്പേസിലുണ്ടായ ഒരു പൊട്ടിത്തെറിയല്ല. സ്പേസ് തന്നെ ആ നിമിഷത്തിൽ വ്യാപിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം ടൈമും ആരംഭിച്ചു. അതുകൊണ്ട് ബിഗ് ബാങ്ങിന് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ശാസ്ത്രപരമായി വ്യക്തമായ അർത്ഥമില്ലാത്തതായിരിക്കാം. കാരണം ടൈം തന്നെ അപ്പോൾ ആരംഭിച്ചതാണ്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ സാധാരണയായി സിംഗ്യുലാരിറ്റി എന്ന് വിളിക്കുന്നു. ജനറൽ റിലേറ്റിവിറ്റി ഉപയോഗിച്ച് ബാക്ക്വേർഡ് ആയി കണക്കാക്കുമ്പോൾ യൂണിവേഴ്സ് വളരെ ചെറിയ വലിപ്പത്തിലും അത്യന്തം ഉയർന്ന ഡെൻസിറ്റിയിലും ടെമ്പറേച്ചറിലും എത്തിച്ചേരുന്നുവെന്ന് കാണാം. എന്നാൽ ഇൻഫിനിറ്റ് ഡെൻസിറ്റി പോലുള്ള ആശയങ്ങൾ നമ്മുടെ നിലവിലെ ഫിസിക്സ് പൂർണ്ണമല്ലെന്ന് സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ഇക്വേഷൻസ് പ്രവർത്തിക്കാതെ പോകുന്നു. അതിനാൽ യൂണിവേഴ്സ് എങ്ങനെ ആരംഭിച്ചു എന്നതിന്റെ കൃത്യമായ വിശദീകരണം ഇപ്പോഴും ശാസ്ത്രത്തിന് ലഭിച്ചിട്ടില്ല. ടൈം സീറോയ്ക്ക് പിന്നാലെ ഉടൻ ആരംഭിച്ച ഘട്ടമാണ് പ്ലാങ്ക് ഇറ. ഇത് യൂണിവേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാരംഭ ഘട്ടമായി കരുതപ്പെടുന്നു. പ്ലാങ്ക് ടൈം ഏകദേശം 10⁻⁻43 സെക്കൻഡ്സ് ആണ്. ഇതിനെ മീനിംഗ്ഫുൾ ആയി ഫിസിക്സ് ഉപയോഗിച്ച് വിവരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സമയ അളവായി ശാസ്ത്രജ്ഞർ കാണുന്നു. അതിൽ കുറഞ്ഞ സമയത്തെക്കുറിച്ച് നമുക്ക് നിലവിൽ വിശ്വസനീയമായ ഒരു തിയറിയില്ല. പ്ലാങ്ക് ഇറയിൽ യൂണിവേഴ്സ് അത്യന്തം ചെറുതും അസാധാരണമായി ചൂടുമായിരുന്നു. ടെമ്പറേച്ചർ ഏകദേശം 10⁻32 കാൽവിൻ ആയിരുന്നിരിക്കാമെന്ന് കണക്കാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗ്രാവിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന ശക്തികളും ഇന്നുള്ള പോലെ വേർതിരിഞ്ഞിരുന്നില്ലെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഇന്ന് നമുക്ക് അറിയാവുന്ന 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് ആണ് ഗ്രാവിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്നാൽ പ്ലാങ്ക് ഇറയിൽ ഇവ എല്ലാം ഒരൊറ്റ യൂണിഫൈഡ് ഫോഴ്സ് ആയി പ്രവർത്തിച്ചിരിക്കാമെന്നാണ് സിദ്ധാന്തം. ഈ ഏകീകരണത്തെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സമഗ്രമായ ഫിസിക്സ് മോഡൽ കണ്ടെത്തുക എന്നതാണ് തിയറി ഓഫ് എവറിത്തിങ് എന്ന ആശയത്തിന്റെ ലക്ഷ്യം. ഗ്രാവിറ്റിനെ വിവരിക്കുന്ന ജനറൽ റിലേറ്റിവിറ്റിയും വളരെ ചെറിയ സ്കെയിലുകൾ വിശദീകരിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സും ഒരുമിപ്പിക്കുന്ന ക്വാണ്ടം ഗ്രാവിറ്റി എന്ന തിയറിയെ ശാസ്ത്രജ്ഞർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാങ്ക് കാലഘട്ടത്തിൽ ക്ലാസിക്കൽ ഫിസിക്സ് നിയമങ്ങൾ പ്രയോഗിക്കാൻ കഴിയില്ല. ക്വാണ്ടം എഫക്ട്സ് ആണ് ആ ഘട്ടത്തെ നിയന്ത്രിച്ചത്. എനർജി വളരെ ചെറിയ സ്കെയിലുകളിൽ സ്ഥിരതയില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കാമെന്ന് കരുതുന്നു. സ്പേസ് ടൈം തന്നെ ക്വാണ്ടം തലത്തിൽ അസ്ഥിരമായ ഒരു അവസ്ഥയിലായിരുന്നിരിക്കാം. ചില മോഡലുകൾ പ്രകാരം സ്പേസ് ടൈം ഒരു സ്മൂത്ത് ഘടനയല്ല, മറിച്ച് ക്വാണ്ടം ഫോം പോലെയുള്ള ഒരു സ്വഭാവം കാണിച്ചിരിക്കാം. പ്ലാങ്ക് ടൈം അത്ര പ്രധാനമാകുന്നത് ഇതിനു മുമ്പുള്ള സംഭവങ്ങളെ വിശദീകരിക്കാൻ നമുക്ക് ഒരു പൂർണ്ണമായ തിയറി ഇല്ലാത്തതിനാലാണ്. ജനറൽ റിലേറ്റിവിറ്റി വലിയ കോസ്മിക് സ്കെയിലിലെ സംഭവങ്ങളെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. ക്വാണ്ടം മെക്കാനിക്സ് സബറ്റോമിക് ലോകത്തെ വളരെ വിജയകരമായി വിവരിക്കുന്നു. പക്ഷേ ഈ രണ്ടും ഒരുമിച്ച് ആവശ്യമായ സാഹചര്യം പ്ലാങ്ക് ഇറയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ക്വാണ്ടം ഗ്രാവിറ്റി കണ്ടെത്തുന്നത് മോഡേൺ ഫിസിക്സിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ബിഗ് ബാങ്ങിന് പിന്നാലെ യൂണിവേഴ്സ് അതിവേഗത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. പ്ലാങ്ക് ഇറയ്ക്ക് ശേഷം വരുന്ന ഘട്ടങ്ങളിൽ ഫണ്ടമെന്റൽ ഫോഴ്സസ് ക്രമേണ വേർതിരിഞ്ഞു, എനർജി പാർട്ടിക്കിൾസ് ആയി മാറി, പിന്നീട് മാറ്റർ രൂപപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. ഈ പ്രാരംഭ വികാസം പിന്നീട് കോസ്മിക് ഇൻഫ്ലേഷൻ എന്ന അതിവേഗ എക്സ്പാൻഷൻ ഘട്ടത്തിന് വഴിയൊരുക്കിയതായി പല മോഡലുകളും സൂചിപ്പിക്കുന്നു. ഈ സംഭവങ്ങളെ ആരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ശാസ്ത്രജ്ഞർ മാത്തമാറ്റിക്കൽ മോഡൽസ്, ഹൈ എനർജി പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്സ്, കോസ്മിക് ഒബ്സർവേഷൻസ് എന്നിവ ഉപയോഗിച്ച് ഏർലി യൂണിവേഴ്സിന്റെ അവസ്ഥയെക്കുറിച്ച് നിഗമനങ്ങൾ നിർമ്മിക്കുന്നു. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലുള്ള പാർട്ടിക്കിൾ എക്സലറേറ്റേഴ്സ് വളരെ ഉയർന്ന എനർജി കൊളിഷൻ സൃഷ്ടിച്ച് ഏർലി യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ ഭാഗികമായി പഠിക്കാൻ സഹായിക്കുന്നു. ഒരു വലിയ തിരിച്ചറിവ് ഇവിടെയുണ്ട്. ഇന്ന് നാം കാണുന്ന എല്ലാ ഗാലക്സീസ്, ബില്യൺസ് ഓഫ് സ്റ്റാർസ്, പ്ലാനറ്റ്സ്, കോസ്മിക് സ്ട്രക്ചേഴ്സ് എന്നിവ ഒരിക്കൽ അത്യന്തം ചെറുതും അത്യുച്ച എനർജിയും നിറഞ്ഞ ഒരു അവസ്ഥയിൽ ഒതുങ്ങിയിരുന്നു. യൂണിവേഴ്സ് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് തണുത്തതോടെയാണ് സ്ട്രക്ചർ രൂപപ്പെടാൻ തുടങ്ങിയത്. യൂണിവേഴ്സിന്റെ ഈ പ്രാരംഭ കഥ നമ്മെ വിനയത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ മഹത്തായ കോസ്മോസ് ഒരു അത്യന്തം ചെറിയ സമയ ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ചതാണ്. പ്ലാങ്ക് ടൈം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യ അറിവിന് ഇപ്പോഴും പരിധിയുണ്ടെന്നും കണ്ടെത്താനുള്ളത് ഇനിയും അനന്തമാണെന്നുമാണ്. ക്വാണ്ടം ഗ്രാവിറ്റി പോലുള്ള പുതിയ സിദ്ധാന്തങ്ങൾ ഒരിക്കൽ കണ്ടെത്തപ്പെടുമ്പോൾ ടൈം സീറോയ്ക്ക് ഏറ്റവും അടുത്ത നിമിഷങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത ലഭിക്കാം. അതുവരെ ഏർലി യൂണിവേഴ്സിന്റെ രഹസ്യങ്ങൾ ശാസ്ത്രലോകത്തെ തുടർച്ചയായി അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. യൂണിവേഴ്സിന്റെ കഥ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ശ്രമവും തുടരുകയാണ്.